സ്ത്രീകളിലെ അമിത നനവ്. പലപ്പോഴും ലൈംഗിക ബന്ധത്തിനിടയിലോ ഉത്തേജനം ഉണ്ടാകുമ്പോഴോ അമിതമായ നനവ് അനുഭവപ്പെടുന്നത് ചില സ്ത്രീകളിലെങ്കിലും അപകർഷബോധം ഉണ്ടാക്കാറുണ്ട്. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇത് പങ്കാളിക്ക് ഇഷ്ടപ്പെടുന്നു എന്നിങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികം. എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. 1. എന്താണ് ഈ നനവ്? ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ യോനിയിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവികമായ ദ്രാവകമാണിത്. ബന്ധപ്പെടുമ്പോൾ ഘർഷണം കുറയ്ക്കാനും മുറിവുകൾ ഒഴിവാക്കാനും സുഖകരമായ അനുഭവം നൽകാനുമാണ് ശരീരം ഇത് ചെയ്യുന്നത്. 2. അമിതമായ നനവ് എന്നത് ഒരു പ്രശ്നമാണ്. ഒരിക്കലുമല്ല. ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. ചിലർക്ക് കുറഞ്ഞ അളവിലെ നനവ് ഉണ്ടാകൂ, ചിലർക്ക് വലിയ അളവിൽ ദ്രാവകം വരാം. ഇതിനെ സ്ക്വീർട്ടിംഗ് അല്ലെങ്കിൽ വാക്കിംഗ് വാട്ടർഫാൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ഉത്തേജിപ്പിക്കപ്പെട്ടു എന്നും നിങ്ങൾ റിലാക്സ്ഡ് ആണെന്നും ഉള്ളതിൻ്റെ ലക്ഷണമാണ്. ഇത് ഒരു പോരായ്മയല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ പോസിറ്റീവായ പ്രതികരണമാണ്. 3. ഘർഷണം കുറയുന്നു എന്ന്. ഫ്രിക്ഷൻ വിയസ് പ്രഷർ. ചിലപ്പോൾ അമിതമായ നനവ് കാരണം ബന്ധപ്പെടുമ്പോൾ വേണ്ടത്ര മുറുക്കം ഗ്രിപ്പ് അനുഭവപ്പെടാറില്ല. എന്നാൽ ഇതിനെ മറികടക്കാൻ ചില പ്രായോഗിക വഴികളുണ്ട്. കെഗൽ വ്യായാമങ്ങൾ. യോനിയിലെ പേശികളെ ബലപ്പെടുത്താൻ ദിവസവും വ്യായാമം ചെയ്യുക. ഇത് പേശികൾക്ക് കൂടുതൽ നിയന്ത്രണവും മുറുക്കവും നൽകും. യോനി എഗ്. പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഇത്തരം ക്രിസ്റ്റലുകൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. സെക്ഷൻ സെക്സ്. വെറും ഉരസലിന് പകരം ഉള്ളിലെ പേശികൾ ഉപയോഗിച്ച് ഗ്രിപ്പ് ചെയ്യുന്ന രീതികൾ ശീലിക്കുന്നത് ഇരു പങ്കാളികൾക്കും കൂടുതൽ സുഖം നൽകും. 4. നനവ് കുറയുന്ന സാഹചര്യം. ഡ്രൈനസ്. നനവ് അധികമാവുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് നനവ് കുറയുന്നതിനെയാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് അർദ്ധവിരാമ സമയത്ത് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ വേണ്ടത്ര ഉത്തേജനം ലഭിക്കാത്തത് എന്നിവ നനവ് കുറയാൻ കാരണമാകും. അത്തരം സമയങ്ങളിൽ ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായ നനവ് ഉള്ളത് ഒരു ഭാഗ്യമാണ്. 5. ശുചിത്വവും മുൻകരുതലുകളും. അമിതമായ നനവ് കാരണം ബെഡ്ഷീറ്റുകൾ നനയുന്നത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്പാഷ് ബ്ലാങ്കറ്റുകൾ ഉപയോഗിക്കാം. ബന്ധത്തിന് ശേഷം വൃത്തിയായി കഴുകുന്നതും കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതും ഇൻഫെക്ഷനുകൾ ഒഴിവാക്കാൻ സഹായിക്കും. 6. എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? സ്വാഭാവികമായ നനവ് നല്ലതാണ്, എന്നാൽ താഴെ പറയുന്നവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ദ്രാവകത്തിന് കടുത്ത നിറവ്യത്യാസം, ഉദാഹരണത്തിന് മഞ്ഞയോ പച്ചയോ. അസഹനീയമായ ദുർഗന്ധം. യോനിയിൽ ചൊറിച്ചിലോ നീറ്റലോ അനുഭവപ്പെടുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലൈംഗിക ഉത്തേജന സമയത്തുണ്ടാകുന്ന നനവ് എന്നത് ഒരു വൈകല്യമോ നാണക്കേടോ അല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം ആരോഗ്യകരമായും സ്വാഭാവികമായും പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കൂടുതൽ നനവുണ്ട് എന്നത് നിങ്ങൾ ലൈംഗികരമായും പൂർണ്ണമായും തയ്യാറെടുത്തിരിക്കുന്നു എന്നും ആ നിമിഷം ആസ്വദിക്കുന്നു എന്നും ഉള്ളത് അടയാളമാണ്. ഓർക്കുക, സ്വന്തം ശരീരത്തെക്കുറിച്ച് അറിവുള്ളവർ ആയിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കരുത്ത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.